ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ശ്രീ ഗുരുഭ്യോ നമ. വൈശാഖ മഹാത്മ്യം കിളിപ്പാട്ട്. അധ്യായം 4. ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരേ ദേവകീ സുതാ ജയ. ഇത്തരം തിരുനാമ കീർത്തനം ചൊല്ലി വന്നോരുത്തമേ കിളിപ്പെണ്ണേ ശുദ്ധമാനസേ ബാലേ. പുത്തൻ തേൻ പഴം പഞ്ചസാരയുമിളനീരും ചിത്തകൗതുകത്തോടു ഭുജിച്ചു വസിച്ചു നീ. മൂഢരാം ഞങ്ങൾക്കെത്നം കൂടാതെ വിരവോടു ഗൂഢമാം മോക്ഷമാർഗമുപദേശിച്ചിടേണം. കേടറ്റ വാക്യമേവം കേട്ടോരു നേരം കിളിപ്പേടയും കുതൂഹലമാം വണ്ണമുര ചെയ്തു. അഷ്ടകർമ്മങ്ങൾ വർജിക്കേണമീ വ്രതത്തിങ്കലെട്ടും ചൊല്ലുവൻ കേട്ടുകൊണ്ടാലും മഹീപതേ. രാത്രൗ ഭക്ഷണം തൈലാഭ്യംഗവും പകൽ നിദ്ര പാർത്ഥിവോത്തമ കാംസ്യഭോജനം ഘടാനിദ്ര. നിഷിദ്ധമായ വസ്തു ഭുജിക്കുന്നതും പിന്നെ നിഷിദ്ധം തന്നെ ജലമെടുത്താടിയിടുന്നതും. കേട്ടാലും 2 പരിവൃത്തി ഭക്ഷണമിവ എട്ടും വർജിക്ക വേണം ഉത്തമവ്രതത്തിനു. ബ്രഹ്മപത്രത്തിലന്നം ഭക്ത്യൈവ ഭുജിച്ചാകിൽ നിർമ്മലേ വിഷ്ണുലോകേ വസിക്കായി വരുമെന്നാൽ. പാദസഞ്ചാരഖേദം പൂണ്ടുവന്നിടുന്നൊരു ഭൂദേവൻ തന്നെ ചെന്നു വന്ദനം ചെയ്തു ഭക്ത്യാ. പാദക്ഷാളനം ചെയ്തു തത്തീർത്ഥം ശിരസിങ്കൽ മോദത്തെ പൂണ്ടു ധരിച്ചിടുന്ന പുമാനെടോ. ഗംഗാദി സർവതീർത്ഥ സ്നാനത്തിനൊക്കുമെന്നാൽ മംഗലാത്മാവായുള്ള മാനുഷനറിഞ്ഞാലും. തത്കാല സ്നാനവ്രത ബ്രഹ്മപുത്രേഷു ഭുക്തം മുഖ്യകർമ്മങ്ങൾ 2 വൈശാഖേ ചെയ്യാത്തവൻ. ഗർദഭഗർഭം തന്നിൽ തുരകപുത്രനായി വിദ്രുതമുദ്ഭവിച്ചു ദുർഭാഗ്യാൽ ദുഃഖിച്ചിടും. ക്ലേശങ്ങളില്ലാത്തവൻ സ്വസ്ഥനായി തന്നെ വൃഥ വൈശാഖ കർമ്മമൊന്നും ചെയ്യായികിലവൻ പിന്നെ. ചണ്ഡാലകുലം തന്നിൽ ജനിച്ചു പിന്നെയവൻ ചണ്ഡകർമ്മങ്ങൾ ചെയ്തു ദുഷ്കൃതം വർദ്ധിപ്പിക്കും. സ്നാനം തൽക്കാലേ പാത്രേ ജലം കൊണ്ടാശു ചെയ്താൽ ശ്വാനജന്മത്തെ ശതം സിദ്ധിക്കും അവനെടോ. ഇച്ചൊന്ന മുഖ്യവ്രതം നിന്ദിച്ചിടുന്ന പുമാൻ നിശ്ചയം പിശാചജന്മത്തിങ്കൽ ഭവിച്ചിടും. ധന്യമാം നദി തന്നിൽ വൈശാഖ സ്നാനം ചെയ്താൽ സപ്തജന്മനി മുന്നം ചെയ്ത പാപങ്ങളെല്ലാം അപ്പോഴേ നശിച്ചിടും വിഷ്ണു കൽപ്പിതമെല്ലാം. സപ്തകാ നദീജലേ തദ്വ്രത സ്നാനം ചെയ്താൽ അല്പമല്ലതിനുടെ സദ്ഫലം നിരൂപിച്ചാൽ. മുൽപ്പാടുകോടി ജന്മപാപങ്ങൾ നശിച്ചുടൻ അപ്പോഴേ വിഷ്ണുലോകം ശില്പമായി പ്രാപിച്ചിടും. ദേവകൾ കുളിച്ചുള്ള കുളത്തിൽ കുളിച്ചാകിലേവമാം ജന്മപാപം പോകുമെന്നറിഭൂപ. മറ്റുള്ള ബഹിർജലയെ മുറ്റും വൈകാതെ കാലം തെറ്റാതെ വ്രതസ്നാനം ചെറ്റു ചെയ്തിടുന്നാകിൽ പറ്റുമാറുള്ള പാപമറ്റമില്ലാതെയുള്ള തറ്റുകൂടും. പിന്നെ തെറ്റെന്നു ഗതി വരും. ഗോഷ്പദജലം തോറും സർവതീർത്ഥങ്ങളുണ്ടെന്നുൾപ്പൂവിൽ ഭക്തിപൂർവം മാധവേ സ്നാനം ചെയ്താൽ ഉളവാകിയ പാപം കളഞ്ഞു നളിനാക്ഷൻ അളവില്ലാതെ സുഖമുളവാക്കിയിടുമല്ലോ. രസത്തിലധികമാം ക്ഷീരമെന്നതുപോലെ ക്ഷീരത്തിലധികമാം ദധിയെന്നതും നൂനം. ദധിയിലധികമായുള്ളതു ഘൃതമേവം മധുസൂദന പ്രിയ ഭൂപതേ കേട്ടാലും നീ. കാർത്തികമാസാൽ പരം മുഖ്യമാം മാഘമാസം
പാർത്ഥിവമാകാൽ പരം വൈശാഖമാസമല്ലോ. തത്കാലത്തൽപകർമ്മം കൊണ്ടു വർദ്ധിക്കും പുണ്യം. ചൊൽക്കൊള്ളും വടബീജം കണക്കെ ഭവിച്ചിടും. ആഢ്യനാകിലും അന്യദാസനാകിലും പിന്നെ ശ്ലാഘ്യനാകിലും പിന്നെ ദരിദ്രനെന്നാകിലും തന്നെ ധനത്തിനു തക്കവയല്ലോ ദാനം. ധന്യനല്ലെന്നു വന്നാൽ ഒന്നു ചെയ്യണം പിന്നെ. ഫലമൂലങ്ങൾ ശാകം ലവണം കുളം കാഷ്ടം ജലപാത്രവും ജലം ദധി നെയ്ക്ഷീരം തക്രം. ദാനങ്ങൾ മറ്റും പല ചെയ്താകിൽ സുഖം വരും. ദാനം ചെയ്യായിലൊന്നുമെങ്ങുമേ കിട്ടാ പിന്നെ. കിഞ്ചനദാനം അത്ര ചെയ്താകിൽ സ്വർഗേ ചെന്നാൽ ചഞ്ചലമേതുമില്ല ബഹുലം ഭുജിച്ചിടാം. ഇവിടെ ദാനം ചെയ്തിടാത്തതു പുനരേതും എവിടെ ചെന്നാലും സിദ്ധിക്കുമാറില്ലയടോ. ബ്രഹ്മാദിദേവകൾക്കും ഈ വണ്ണം തന്നെ സർവം നിർമ്മലമതേ മനുജാതിക്കു ചൊല്ലേണമോ. ദാനങ്ങൾ ചെയ്തിടായിൽ ദാരിദ്ര്യം ഫലമെടോ. മന്നവ ദാരിദ്ര്യത്താൽ പാപങ്ങൾ വന്നുകൂടും. പാപത്താൽ അവശനായ ആപത്തും വന്നുകൂടും. പാപങ്ങൾ നശിപ്പാനായി ദാനം കർത്തവ്യമത്രേ. നല്ലൊരു ഗൃഹം തന്നിൽ വേണ്ടുന്ന വസ്തു ഒന്നുമില്ലാഞ്ഞാലെന്തു ഗൃഹം കൊണ്ടുള്ള സുഖമെടോ. എന്നതുപോലെ തന്നെ വൈശാഖ കർമ്മം വിട്ടുള്ള അന്യകർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി വന്നിടും. വിധുനേർമുഖിയുടെ സൗന്ദര്യ ഗുണങ്ങളാൽ വിധവയായാൽ പിന്നെ എന്തൊരു ഫലമെടോ. സർവഭൂഷണം പൂണ്ടു തിലകം ധരിച്ചവൾ പാർവണ ശശിമുഖി നഗ്നയെന്നതുപോലെ സർവസമ്പന്ന ഗുണയുക്തനാമ്പുമാനുള്ളിൽ ഉർവീശ കൃപ പുനരില്ലാഞ്ഞാൽ എന്തു ഫലം. ലവണഹീനശാകം പോലെ വൈശാഖഹീനതമനീതലേ ചെയ്ത പുണ്യങ്ങൾ സർവം വൃഥാ. അതിഥി പൂജ ചെയ്തിടാകിലുമേവം തന്നെ കഥകളിനിയും കേളധിക ഗുണാംബുദേ. മാധവമാസേ ഉഷസ്യുത്ഥായ സ്നാനം കൃത്വാ മാധവൻ തന്നെ ഹൃദി ചിന്തിച്ചു ഭക്തിയോടെ. മധുസൂദനൻ തന്നെ പൂജിച്ചിടാതെയുള്ളോരധമൻ നരകത്തിൽ ചേരുമെന്നറിഞ്ഞാലും. തീർത്ഥസ്നാനാദി തപോയജ്ഞദാനങ്ങൾക്കെല്ലാം ഓർത്തുകൊള്ളുകധികമാം ഫലം മാധവമാസേ. മധുസൂദന വിഷ്ണു ദേവദേവേശ കൃഷ്ണ മാധവേ മേഷേ രവൗ പ്രാതസ്നാനം ചെയ്യുന്നേൻ. സർവവിഘ്നവും തീർത്തു രക്ഷിക്കാദയാനിധേ. സർവലോകേശ പോറ്റി നമസ്തേ നമോ നമഃ. മധുസൂദന വിഷ്ണു ദേവദേവേശ കൃഷ്ണ മാധവേ മേഷരവോ പ്രാതസ്നാനം ചെയ്യുന്നേൻ. സർവവിഘ്നവും തീർത്തു രക്ഷിക്കാദയാനിധേ. സർവലോകേശ പോറ്റി നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്നാനം ചെയ്തു കൊള്ളുന്നാകിലോ മംഗലാത്മാവാം വിഷ്ണു ഭഗവാൻ പ്രസാദിക്കും. അന്തണരെല്ലാരും അരുണോദയെ കുളിച്ചൂത്തു സന്ധ്യാവന്ദനം ചെയ്തു സാദരം ഭക്തിയോടെ. സന്തോഷാന്വിതം ഗുരുതങ്കേന്നു ഗ്രഹിച്ചോരു മന്ത്രവും ചൊല്ലി സ്നാനം ചെയ്യണം നൃപോത്തമ. ധ്യാനമന്ത്രങ്ങളോടും തർപ്പിക്ക ഭഗവാനെ. പിന്നെയും തീർത്ഥങ്ങൾക്കു തർപ്പണം ചെയ്തിടേണം. പിന്നെയും വിരിഞ്ചാതി ദേവത സമൂഹങ്ങൾ ഒന്നിച്ചു മുനിമാർക്കും ധർമ്മരാജനുമേവം 4 തർപ്പണത്തിനും വെവ്വേറെ മന്ത്രങ്ങളും കാലേ ഞാൻ ചൊന്നേൻ പൂർവം ഭൂപതേ സ്നാനമന്ത്രം. പിന്നെയും ഒന്നു കുളിക്കേണം ഭൂദേവജനം. ധന്യവസ്ത്രവും ധരിച്ചാസ്തയാ ഭഗവാനെ ആവോളം അലങ്കാരത്തോടും പൂജിച്ചു നിത്യം. കേവലം ഭക്തിപൂർവമിക്കഥ കേട്ടുകൊണ്ടാൽ കോടിജന്മാർജിതങ്ങളായുള്ള പാപമെല്ലാം ഓടിപ്പോയകന്നിടും. കരസ്ഥാമല്ല മോക്ഷം. ഇത്തരം ചെയ്യുന്നവൻ ദുഃഖിക്കയില്ല ഭൂമോ. സത്യം ചൊന്നതു നരകത്തിലും വാണിയിടേണ്ട. ജനനി ഗർഭേയവർ പോകുമോ ശിവശിവ. തനുമാനാകയില്ല സന്ദേഹമേതുമില്ല. ഈ വ്രതം നിന്ദിച്ചൊട്ടു ഭാജനെ ഭുജിക്കയും. ഈ വ്രതം നിന്ദിച്ചൊട്ടു ഭാജനെ ഭുജിക്കയും. പാവന കഥയിതു കേളാതെ ഇരിക്കയും. സ്നാനദാനാദി ചൊന്നതൊന്നുമേ ചെയ്യാത്തവൻ ദീനനായി തന്നെ ഘോര നരകേ വാഴും ചിരം. ബ്രഹ്മഹത്യാദിദോഷം തീർന്നിടും പണിപ്പെട്ടാൽ നിർമ്മലം മേഷസ്നാനം ചെയ്യാത്ത ദോഷം തീരാ.
സ്വാധീനമല്ലോ തനു സ്വാധീനമല്ലോ ജലം. മാധവേ ശീതം നഹി സ്നാനത്തിനെന്തു ദണ്ഡം. നാവിനില്ലേതും ദണ്ഡം നാമങ്ങൾ ഉച്ചരിപ്പാൻ. ജീവിതമെന്നാകിലോ ഈ വക ചെയ്തിടാഞ്ഞാൽ ജീവിത ശവമെന്നു ചൊല്ലാടാമവൻ തന്നെ. വല്ല പുഷ്പങ്ങൾ കൊണ്ടും ഈശനെ പൂജിച്ചായെങ്കിൽ ഇല്ല സംശയമേതും സൂകരനവൻ തന്നെ. തുളസീദളം കൊണ്ടു നളിനദളാക്ഷനെ തെളിവേറും വൈശാഖേ കളിയോടർച്ചിക്കിലും. കോടി ജന്മങ്ങൾ സാർവഭൗമത്വം ലഭിച്ചവൻ കോടി വംശത്തോടതീധരനെ പ്രാപിച്ചിടാം. ചൊല്ലിനെ 4 അധ്യായം തന്നിലെ കഥയിതു ചൊല്ലുവാൻ പണിശേഷമെങ്കിലും കേട്ടുകൊള്ളുക. ചൊല്ലിനെ 4 അധ്യായം തന്നിലെ കഥയിതു ചൊല്ലുവൻ പണിശേഷമെങ്കിലും കേട്ടുകൊള്ളുക. ഇതി വൈശാഖമാഹാത്മ്യേ ചതുർത്ഥോऽധ്യായഃ സമാപ്തഃ. ഹരിഃ ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.